വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവരാണോ നിങ്ങൾ? ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരാണോ? എങ്കിൽ നിങ്ങൾക്കിതാ ഒരു അവസരം. ദുബായിലോ അബുദാബിയിലോ ഡെലിവറി ബോയ് ആവാം. മാസം 80,000 മുകളിൽ വരുമാനം നേടാം. നമസ്കാരം, ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ദേശീയ പതാകയെയും കാവിക്കൊടിയെയും ഒരുപോലെ ബഹുമാനിക്കുന്നവരാണ് തങ്ങളെന്ന് BJP സംസ്ഥാന സെക്രട്ടറി C. കൃഷ്ണകുമാർ. ഭാരതാംബയെ അവഹേളിക്കുന്നവർ ചരിത്രം അറിയാത്തവരെന്നും 75 വർഷക്കാലം പാർട്ടി ഓഫീസിൽ ദേശീയ പതാക കയറ്റാതിരുന്ന CPM ഭാരതാംബയെ അവഹേളിക്കുകയാണെന്നും ആക്ഷേപം. തൃത്താലയിൽ ഹമാസിന്റെ ചിത്രം വെച്ച് ആഘോഷം നടത്തിയവർക്കെതിരെ പ്രതികരിക്കാത്തവരാണ് ഭാരതാംബയെ അവഹേളിക്കുന്നതെന്നും ദേശീയ പതാക രൂപപ്പെടുന്നതിന് മുൻപ് ഭാരത ചരിത്രത്തിൽ ഉണ്ടായിരുന്നത് കാവിക്കൊടിയെന്നും പരാമർശം. ദേശീയ പതാകയ്ക്ക് സമാനമായ പതാക രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗിക്കരുതെന്നും മുൻ BJP ദേശീയ നിർവാഹക സമിതി അംഗം N. ശിവരാജൻ. ഇന്ത്യൻ ചരിത്രമറിയാത്ത സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഇറ്റാലിയൻ പതാക പിടിക്കട്ടെ എന്നും വിമർശനം. ഭാരതത്തിന്റെ സംസ്കാരം CPMന്റെ ആർഷയുടെ സംസ്കാരമല്ലെന്നും ആർഷ സംസ്കാരമാണ് BJPയുടെ എന്നും പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാൽ. അംബേദ്കർ ഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർത്തിയാക്കിയ സമഗ്ര വികസന പദ്ധതികളുടെ ഉദ്ഘാടനം വാണിയംകുളത്ത്. സമഗ്ര വികസന പദ്ധതികൾ നടപ്പിലാക്കിയത് ഗ്രാമപഞ്ചായത്തിന്റെ 11ാം വാർഡിൽ. പദ്ധതി പ്രാവർത്തികമാക്കിയത് സംസ്ഥാന സർക്കാരിന്റെ 1 കോടി രൂപ ചെലവിൽ. ശ്രദ്ധിച്ച് ശ്രദ്ധേയരാവുക എന്ന സന്ദേശവുമായി അന്താരാഷ്ട്ര യോഗാ ദിനം ഇന്ന്. വിവിധ കേന്ദ്രങ്ങളിൽ യോഗാചരണ പരിപാടികൾ. ലോക സംഗീത ദിനത്തിൽ സംഗീതത്തിന്റെ പെരുമഴ തീർത്ത് സംഗീതോത്സവം ചെറുതുരുത്തിയിൽ. വടക്കാഞ്ചേരിയിൽ ജോലിക്കിടെ ഷോക്കേറ്റ് ലൈൻമാൻ മരിച്ചു. മരിച്ചത് കാഞ്ഞിരംകോട് കൊടുമ്പ് സ്വദേശി 42 വയസ്സുള്ള സുധാകരൻ. വാർത്തകൾ വിശദമായി. ഭാരതാംബയെ അവഹേളിക്കുന്നവർ ചരിത്രമറിയാത്തവരെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C. കൃഷ്ണകുമാർ. രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ച് 75 വർഷക്കാലം പാർട്ടി ഓഫീസുകളിൽ ദേശീയ പതാക കയറ്റാതിരുന്ന CPM ഭാരതാംബയെ അവഹേളിക്കുന്നത് ദുഷ്ടലാക്കോടെയാണെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. ദേശീയ പതാക രൂപപ്പെടും മുൻപ് ഭാരത ചരിത്രത്തിൽ ഉണ്ടായിരുന്നത് കാവിക്കൊടിയാണെന്നും അദ്ദേഹം പറഞ്ഞു. BJPയുടെ നേതൃത്വത്തിൽ പാലക്കാട്ട് അഞ്ചുവിളക്കിന് സമീപം ഭാരതാംബയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു കൃഷ്ണകുമാർ. ദേശീയ പതാക രൂപപ്പെടും മുമ്പ് ഭാരത ചരിത്രത്തിലുണ്ടായിരുന്നത് കാവിക്കൊടിയാണ്. ഭാരതാംബയും കാവിക്കൊടിയും ഓരോ പൗരന്മാരുടെയും ആത്മാവാണ്. അമ്മയെ അവഹേളിക്കുന്നവരാണ് ഭാരതാംബയെ അവഹേളിക്കുന്നത്. സ്വതന്ത്ര ഭാരതത്തെ 16 കഷ്ണമാക്കണമെന്ന ആവശ്യമുയർത്തിയവരാണ് CPM എന്നും C. കൃഷ്ണകുമാർ പറഞ്ഞു. സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കാതെ ഈ രാജ്യത്തെ ബ്രിട്ടീഷുകാരോട് 16 രാജ്യങ്ങളായിട്ട് വിഭജിക്കാൻ ആവശ്യപ്പെട്ട ആളുകളാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ. ഈ രാജ്യം പരമാധികാര റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ച സമയത്ത് ആ റിപ്പബ്ലിക്കിനെ അംഗീകരിക്കാതെ അന്ന് ദേശീയ പതാകയെ ത്രിവർണ്ണ പതാകയെ കത്തിച്ച ആളുകളാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ. ഈ രാജ്യത്തിന്റെ ദേശീയ പതാക കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഓഫീസിൽ ഉയർത്തിയത് ഈ രാജ്യത്തിന്റെ 75ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന വേളയിലാണെന്ന് പറയുന്ന സമയത്ത് കഴിഞ്ഞ 75 വർഷക്കാലം ഈ രാജ്യത്തെ ത്രിവർണ്ണ പതാകയെ ദേശീയ പതാകയെ പോലും അംഗീകരിക്കാനും ബഹുമാനിക്കാനും തയ്യാറാവാത്ത ആളുകളായിരുന്നു ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആളുകൾ എന്നുള്ളത് അവരുടെ ദേശവിരുദ്ധതയെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ തെളിവാണ്. ജില്ലാ വൈസ് പ്രസിഡന്റ് മധു അധ്യക്ഷത വഹിച്ചു. മുതിർന്ന നേതാവ് N. ശിവരാജൻ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ഓമന കുട്ടൻ, സ്മിതേഷ്, ശശികുമാർ, ബാബു വെണ്ണക്കര, പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ദേശീയ പതാകയെയും കാവിക്കൊടിയെയും ഒരുപോലെ ബഹുമാനിക്കുന്നവരാണ് തങ്ങളെന്ന് BJP സംസ്ഥാന സെക്രട്ടറി C. കൃഷ്ണകുമാർ. തൃത്താലയിൽ ഹമാസിന്റെ ചിത്രം വെച്ച് ആഘോഷം നടത്തിയവർക്കെതിരെ പ്രതികരിക്കാത്തവരാണ് ഭാരതാംബയെ അവഹേളിക്കുന്നതെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. പാലക്കാട്ട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ത്രിവർണ്ണ പതാകയും അതുപോലെ തന്നെ കാവി പതാകയും ഭഗവത്ഗീതയും ഒരുപോലെ ബഹുമാനിക്കുന്ന ആളുകളാണ്. രാജ്യം സ്വതന്ത്രമായ ശേഷമാണ് ത്രിവർണ്ണ പതാക രാജ്യത്തിൻ്റെ ദേശീയ പതാകയാണ്. അതിനു മുമ്പ് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലും മറ്റുമെല്ലാം ഭഗവത്ഗീതത്തെ പോരാട്ടത്തിന് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ മൊത്തത്തിലുള്ള പോരാട്ടത്തിന് ഉപയോഗിച്ചു. അതുകൊണ്ട് രണ്ട് ത്രിവർണ്ണ പതാകയും ഭഗവത്ഗീതയും
പൂർണ്ണമായിട്ടുള്ള ബഹുമതിയോടുകൂടിയിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അതിൽ യാതൊരു വിവാദത്തിൻ്റെ ആവശ്യമില്ല. ഒരു രാജ്യത്തിൻ്റെ ചിഹ്നമായിട്ടുള്ള ഭാരതാംബയെ ഞങ്ങൾ കാണുന്നു. ഞങ്ങൾ ഈ ഭാരതഭൂമിയെ മാതാവായിട്ട് കാണുന്ന ആളുകളാണ്. ആ ഭാരത മാതാവ് എന്നുള്ള സങ്കല്പമാണ് ഞങ്ങൾ ദേശീയ വികാരം. അതാണ് ഞങ്ങളുടെ സങ്കല്പം. ഈ രാജ്യത്തെ കോടാനുകോടി ജനങ്ങൾ ഏതെങ്കിലും സർക്കാർ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചതിൻ്റെ പേരിലല്ല ഈ ഭാരതമാതാവിനെ ഉള്ള വികാരം ഞങ്ങൾ നെഞ്ചിലേക്ക് ബ്രിട്ടീഷുകാർക്കെതിരായിട്ടും അതുപോലെ തന്നെ മുഗളന്മാർക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങളിലൊക്കെ ഉപയോഗിച്ചതാണ്. ദേശീയ ത്രിവർണ്ണ പതാക നമ്മുടെ രാജ്യത്തിൻ്റെ ഔദ്യോഗിക പതാകയായിട്ട് വരുന്നത് 50കളിലാണ്. 50-ൽ റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിച്ച് ത്രിവർണ്ണ പതാകയെ കത്തിച്ച ആളുകളാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ പാരമ്പര്യമാണ് കുട്ടിയുടെ 50-ൽ ത്രിവർണ്ണ പതാകയെ കത്തിച്ച ആളുകളാണ് അംഗീകരിക്കില്ല എന്ന് പറയുന്നത്. അതാണ് അവരുടെ പാരമ്പര്യം. വഴി തിരിച്ചു വിടണ്ട. ഞങ്ങൾ 2 പതാകയും ത്രിവർണ്ണ പതാകയെയും അതുപോലെ തന്നെ ഭഗവത്ഗീതയെയും ഒരുപോലെ ബഹുമാനിക്കുന്ന ആളുകളാണ്. ഭാരതാംബയെ ആരാധിക്കാൻ ഔദ്യോഗിക തീരുമാനങ്ങൾ ആവശ്യമില്ല. ഭാരതത്തെ അംഗീകരിക്കുന്ന ഓരോ വ്യക്തിക്കും ഭാരതാംബ ആത്മാവാണ്. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മതമൗലികവാദികളുമായി കൂട്ടുകൂടാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് CPM ഭാരതാംബയെ അവഹേളിക്കുന്നതെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ദേശീയ പതാകയ്ക്ക് സമാനമായ പതാക രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗിക്കുന്നത് നിരോധിക്കണമെന്നും മുൻ BJP ദേശീയ നിർവാഹക സമിതി അംഗവും പാലക്കാട് നഗരസഭാ കൗൺസിലറുമായ ശിവരാജൻ പറഞ്ഞു. ഇന്ത്യൻ ചരിത്രമറിയാത്ത സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഇറ്റാലിയൻ കൊടി പിടിക്കട്ടെയെന്നും കോൺഗ്രസ് പച്ചപ്പതാക ഉപയോഗിക്കട്ടെയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാലക്കാട്ട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് ദേശീയ പതാകയ്ക്ക് സമാനമായ ഒരു പതാക ഒരു രാഷ്ട്രീയ പാർട്ടിയും ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കോൺഗ്രസ് ത്രിവർണ്ണ പതാക ഉയർത്തുന്നത് ദേശീയ പതാകയ്ക്ക് സമാനമായ പതാക നിരോധിക്കണമെന്ന് ആരാധനായ ഇന്ത്യൻ രാഷ്ട്രപതിയോടും ഇന്ത്യൻ പ്രധാനമന്ത്രിയോടും ഞാൻ ആവശ്യപ്പെടുന്നു. ഭാരതത്തിൻ്റെ സംസ്കാരം CPMന്റെ അർഷോയുടെ സംസ്കാരമല്ലെന്നും ആർഷ സംസ്കാരമാണ് BJPയുടേതെന്നും BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാലൻ ഒറ്റപ്പാലത്തെ BJPയുടെ നേതൃത്വത്തിൽ നടത്തിയ ഭാരത് മാതാ പൂജ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വേണുഗോപാലൻ. ഇന്നലെ ഇടതുപക്ഷത്തിൻ്റെ പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവ് എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട നേതാവ് എന്ന് എനിക്ക് പറയാൻ മോശമാണ്. എന്തോ ആർഷോ എന്നെന്തോ ഒരുത്തൻ പറഞ്ഞത് ഈ ഭാരതാംബയുടെ ചിത്രം സ്വന്തം കിടപ്പുമുറിയിൽ കൊണ്ടുപോയി അവിടെ തിരി കത്തിക്കുക എന്ന് വളരെ മോശമായ പദപ്രയോഗം നടത്തി. ആർഷോ അടക്കമുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇടതുപക്ഷത്തിൻ്റെയും ഇതിനെ എതിർക്കുന്ന ആളുകളെടുത്ത് പറയാനുള്ളത്, ഞങ്ങൾക്ക് ഭാരതം മാതാവാണ്. ഭാരതത്തെ മാതാവായി കാണാൻ തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ അല്ല. ഈ ഹിന്ദുസ്ഥാനത്ത് ജനിച്ചിട്ടുള്ള ആളുകൾ, ഈ പുണ്യഭൂമിയിൽ ജനിച്ചിട്ടുള്ള ആളുകൾ ജാതിയോ മതമോ നോക്കാതെ, രാഷ്ട്രീയം നോക്കാതെ പിറന്ന നാടിനെ അമ്മയായി കാണുന്ന പാരമ്പര്യമാണ് ഞങ്ങൾക്കുള്ളത്. ആർഷോയ്ക്കുള്ളതുപോലെ വൃത്തികെട്ട സ്വഭാവം ഞങ്ങൾക്കില്ല. ആർഷോയുടെ സ്വഭാവമല്ല ഞങ്ങൾക്കുള്ളത്. ഭാരതാംബയുടെ ചിത്രം ഞങ്ങൾ പൂജാമുറിയിൽ വച്ചാലും ഞങ്ങൾ കിടപ്പുമുറിയിൽ വച്ചാലും ഞങ്ങൾക്ക് അമ്മയായിട്ടേ കാണാൻ പറ്റൂ. പക്ഷെ ആർഷോയ്ക്ക് അതിന് കഴിയില്ല. ആർഷോ ഏതൊരു സ്ത്രീയുടെ ചിത്രം കണ്ടാലും അവനത് കിടപ്പുമുറിയിൽ വയ്ക്കണം. അത്തരത്തിലുള്ള വൃത്തികെട്ട നപുംസകമാണവൻ. അതുപോലെയല്ല ഞങ്ങൾ. ഭാരതത്തെ മാതാവായി കാണാൻ തുടങ്ങിയത് 1947 ശേഷമല്ല, യുഗങ്ങൾക്ക് മുൻപാണെന്നും അതിനെ ഇല്ലാതാക്കാൻ കാലങ്ങളായി വൈദേശിക ശക്തികൾ ശ്രമിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് ഭാരതമാതാവ് സങ്കല്പത്തെ എതിർക്കുന്ന കോൺഗ്രസ് സ്വയം നശിക്കുകയാണെന്നും വേണുഗോപാൽ കൂട്ടിച്ചേർത്തു. ഒറ്റപ്പാലം ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ നടന്ന ചടങ്ങിൽ മേഖലാ സെക്രട്ടറി T. ശങ്കരൻകുട്ടി ആമുഖ പ്രഭാഷണം നടത്തി. BJP ജില്ലാ നേതാക്കളായ MP സതീഷ് കുമാർ, N. മണികണ്ഠൻ, K. പ്രസാദ്, രശ്മി ബൈജു, KM പ്രതീഷ്, രാജേഷ് വള്ളോത്ത്, മണ്ഡലം നേതാക്കളായ C. സുമേഷ് കുമാർ, A. സ്വരൂപ്, KP കൃഷ്ണകുമാർ, അനിത മണികണ്ഠൻ, ബാലകുമാർ, സുരേഷ് കോണിക്കൽ, രതീഷ്, സജിത, പ്രസീത, ST മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രമോദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. വന്ദേമാതര ഗാനത്തോടെ തുടങ്ങിയ പരിപാടി ദേശീയ ഗാനത്തോടുകൂടി സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം.
വാണിയംകുളം ഗ്രാമപഞ്ചായത്തിലെ വെള്ളിയാട് 11-ാം വാർഡിൽ അംബേദ്കർ ഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർത്തിയാക്കിയ സമഗ്ര വികസന പദ്ധതികളുടെ ഉദ്ഘാടനം പി മമ്മിക്കുട്ടി MLA നിർവഹിച്ചു. 1 കോടി രൂപ ചെലവിലാണ് പദ്ധതി നടപ്പിലാക്കിയത്. 31 വീടുകളുടെ നവീകരണം, സാംസ്കാരിക കേന്ദ്രത്തിൽ വൈദ്യുതീകരണം, 3 റോഡുകളുടെ നിർമ്മാണം, അംഗൻവാടി കെട്ടിടത്തിന് ചുറ്റുമതിൽ തുടങ്ങി നിരവധി പ്രവർത്തനങ്ങളാണ് പദ്ധതി വഴി നടപ്പിലാക്കിയത്. അതുപോലെ തന്നെ നമ്മൾ ഏൽപ്പിക്കപ്പെട്ട കെല്ല് എന്ന് പറയുന്ന ഏജൻസി വളരെ നല്ല നിലയിൽ അവരുടെ പ്രവൃത്തികൾ അവർ ഏറ്റെടുക്കുകയും പൂർത്തിയാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സർക്കാരിൻ്റെ തന്നെ ഒരു മേഖലാ സ്ഥാപനം എന്ന നിലക്ക് ആ കെല്ല് പ്രവൃത്തി ഏറ്റെടുത്തു. നിങ്ങൾ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് കൊണ്ട് ആ കാര്യം നിർവഹിച്ചു. ഒരാവശ്യം അഡീഷണലായിട്ട് ഒന്ന് പറഞ്ഞാൽ അതൊന്നും എസ്റ്റിമേറ്റിലില്ല എന്ന് പറയാൻ നിൽക്കാതെ ചെറിയ ചെറിയ ആവശ്യങ്ങളാണെങ്കിൽ അത് പരിഹരിച്ചുകൊണ്ടാണ് കരാറുകാരിൽ ഈ പ്രവൃത്തി പൂർത്തിയാക്കിയിട്ടുള്ളത്. 2021-22 വർഷത്തിൽ സംസ്ഥാന സർക്കാർ അനുവദിച്ച 1 കോടി രൂപ ചെലവിലാണ് വാണിയംകുളം ഗ്രാമപഞ്ചായത്തിലെ 11-ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന അരിക്കത്ത് മനപ്പടി നഗറിൽ സമഗ്ര വികസന പദ്ധതി പൂർത്തിയാക്കിയത്. ആകെ 31 വീടുകളുള്ള നഗറിൽ 28 വീടുകൾക്കും ആനുകൂല്യങ്ങൾ ലഭിച്ചു. അവശേഷിക്കുന്ന 3 വീടുകൾ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെട്ടതിനാൽ അറ്റകുറ്റപ്പണി നടത്തിയിട്ടില്ല. ഓടിട്ട വീടുകളുടെ മേൽക്കൂരകളിലെ പട്ടികകൾ മാറ്റി ഇരുമ്പാക്കി. പണി പാതി വഴിയിൽ കിടന്നിരുന്ന ടെറസ് വീടുകളുടെ ചുമരുകളും റൂഫിങ്ങുകളും സിമന്റിൽ, ശുചിമുറികളുടെ നവീകരണം തുടങ്ങുകയാണ് പ്രധാനമായും ചെയ്തത്. നഗറിലെ പ്രധാനപ്പെട്ട 3 റോഡുകളുടെ നിർമ്മാണവും പൂർത്തിയാക്കി. സമീപത്തുള്ള സാംസ്കാരിക നിലയത്തിൽ വൈദ്യുതീകരണം ഉൾപ്പെടെയുള്ള നവീകരണവും അംഗനവാടിക്ക് ചുറ്റും മതിൽ കെട്ടി സംരക്ഷിക്കൽ, കെട്ടിടത്തിന് മുകളിൽ ട്രസ് വർക്ക് എന്നിവയും പദ്ധതിയിൽ ഉൾപ്പെട്ടു. നഗറിൽ ഉൾപ്പെടുന്ന 31 വീടുകളിലേക്കും ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാട്ടർ ടാങ്കുകളും വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ NP കോമളം, പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ C സൂരജ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P ഹരിദാസൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം P കനകരാജൻ, മുൻ പഞ്ചായത്ത് അംഗം K കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ KS ശ്രീജ പ്രോജക്ട് വിശദീകരണം നടത്തി. പ്രോജക്ട് മാനേജർ KK ഉണ്ണികൃഷ്ണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. വാർഡ് മെമ്പർ സുജിത് P രാജ് സ്വാഗതവും R അരുൺ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ബ്രഹ്മകുമാരി ഈശ്വര വിശ്വവിദ്യാലയം ഷൊർണൂർ ശാഖയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു. ഷൊർണൂർ മയിൽവാഹനം കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങ് ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. വളരെ പ്രായം ചെന്നവർക്കും അവരുടെ രോഗശമനത്തിനുമെല്ലാം ഏറ്റവും ഫലപ്രദമായിട്ട് യോഗ ഉപയോഗിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് കണ്ടെത്തിയിട്ടുള്ളത്. പ്രകൃതിയുമായി അതുപോലെ സമൂഹവുമായും സംസ്കാരവുമായുമെല്ലാം ഏറ്റവും അടുത്ത് ഇടപഴകാൻ കഴിയുന്ന ഒന്നായിട്ടാണ് യോഗയെ വിലയിരുത്തപ്പെടുന്നത്. യോഗയിലൂടെ രോഗശാന്തി മാത്രമല്ല, ഏറ്റവും കൂടുതൽ നമുക്ക് മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സാധിക്കുന്ന ഒരു അഭ്യാസം കൂടിയായിട്ടാണ് യോഗ ഇന്ന് വിലയിരുത്തുന്നത്. പാലക്കാട് മലപ്പുറം ജില്ലയിലെ ബ്രഹ്മകുമാരീസ് കോർഡിനേറ്റർ ബ്രഹ്മകുമാരി മീന ബഹൻജി യോഗ സന്ദേശം നൽകി. സമൂഹധ്യാനത്തിന് നേതൃത്വം നൽകി. നമ്മളെല്ലാ ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും ഹർഷോന്മാദമായ, വളരെയധികം സ്വാഭിമാനം തോന്നുന്ന ഒരു ദിനമാണ്. ഭാരതത്തിൻ്റെ യോഗശാസ്ത്രത്തിന് ആദരണീയനായ പ്രധാനമന്ത്രിജിയുടെ വിശേഷ പ്രയത്നത്തിലൂടെ ഐക്യരാഷ്ട്ര സംഘടന ഇതിന് അംഗീകാരം നൽകി ഇന്ന് ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും ഇന്നത്തെ ദിവസം വിശ്വ യോഗ ദിനാചരണം നടക്കുകയാണ്. അങ്ങനെ ടോട്ടൽ ലോകത്തിൻ്റെ കണക്ക് നോക്കുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് പ്രോഗ്രാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി നമ്മുടെ നിന്ന് ഷൊർണൂരിൽ ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ ജില്ലാതല പ്രോഗ്രാമിൽ പങ്കെടുക്കുകയാണ്. ബ്രഹ്മകുമാരി മീഡിയ കോർഡിനേറ്റർ ബ്രഹ്മകുമാർ ഗോപാലകൃഷ്ണൻ ഭായിജി യോഗ പരിശീലനം നടത്തി. അളകാർ സ്വാമി, BJP ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് സിനി മനോജ്, ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി P ശ്രീരാമൻ, അഡ്വക്കേറ്റ് പ്രഭാശങ്കർ, MP സതീഷ് കുമാർ, BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് K പ്രസാദ്, ഷൊർണൂർ നഗരസഭ 11-ാം വാർഡ് കൗൺസിലർ
തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് സെന്റർ ഷൊർണൂർ. ശ്രദ്ധിച്ച് ശ്രദ്ധേയരാവുക എന്ന സന്ദേശത്തോടെ ഷൊർണൂർ കല്ലിപ്പാടം UP സ്കൂളിൽ അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് യോഗ ക്ലാസ്സിന് തുടക്കം കുറിച്ചു. ഷൊർണൂർ നഗരസഭ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ KM ലക്ഷ്മണൻ ഉദ്ഘാടനം ചെയ്തു. EP ജയ യോഗ ക്ലാസ് എടുത്തു. ഹെഡ് മാസ്റ്റർ S ചാന്ദിലാൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വേദാന്ത യോഗ സൈക്കോളജിസ്റ്റ് സീമ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി മൈ അമേസിംഗ് ബ്രെയിൻ ആൻഡ് മീ എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. I am not inferior to anyone. I am not equal to anyone. ഇത് വളരെ സന്തോഷത്തോടെ ചിരിച്ച് ഭയങ്കര അത്ഭുതത്തോടെ I am special. യോഗ മാസ്റ്റർ രതീഷ് ബോധവൽക്കരണം നടത്തി. PP ചന്ദ്രിക, P രമ്യ എന്നിവർ നേതൃത്വം നൽകി. പൂർവാധ്യാപകരായ ശ്രീകുമാരി, PR ലത, ഷീല എന്നിവർ സംസാരിച്ചു. അധ്യാപിക PR സ്മിത നന്ദി പറഞ്ഞു. ന്യൂസ് സെന്റർ ഷൊർണൂർ. ലോക സംഗീത ദിനത്തിൽ പഞ്ചരത്ന കീർത്തനാലാപനത്തോടെ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന സംഗീതോത്സവം ചെറുതുരുത്തി സതിര് സംഗീത സഭയുടെ നേതൃത്വത്തിലാണ് സംഗീതോത്സവം സംഘടിപ്പിച്ചത്. ചടങ്ങ് സതിര് സംഗീത സഭ പ്രസിഡന്റ് വയല രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നിരവധി സംഗീത പ്രേമികൾ ചടങ്ങിൽ പങ്കെടുത്തു. രാവിലെ പഞ്ചരത്ന കീർത്തനത്തോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. സംഗീത ഉത്സവം സതിര സംഗീത സഭാ പ്രസിഡന്റ് വയല രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഈ ദിനത്തിന്റെ പ്രത്യേകതയെക്കുറിച്ചൊക്കെ ജഗദീശൻ മാഷു പറഞ്ഞു. അതുകൂടാതെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടൊക്കെ നാരായണ മാഷു പറയും. എന്തായാലും നമുക്കിങ്ങനെ ഒന്ന് ഒത്തുചേരാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. സതിര് ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ നല്ല തീരുമാനങ്ങൾ എടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഈ സംഗീത ദിനം അതുപോലെ മറ്റുള്ള നമ്മുടെ ആചാര്യന്മാരുടെ ദിവസങ്ങളും അവരുടെ ഓർമ്മ ദിവസങ്ങളുമൊക്കെ നമുക്ക് നമ്മളാൽ പറ്റുന്ന രീതിയിൽ ആചരിക്കാൻ താല്പര്യമുണ്ട്. അതിന് ഈ സതിര കുടുംബാംഗങ്ങളുടെ പൂർണ്ണമായ സഹകരണം ആവശ്യമുണ്ട്. അത് എല്ലാവരും ഇതിൽ പങ്കെടുത്ത് ഈ ഒരു സംരംഭത്തെ വിജയിപ്പിക്കണമെന്ന് മാത്രമാണ് പറയാനുള്ളത്. വൈസ് പ്രസിഡന്റ് ഡോക്ടർ P നാരായണൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി പയ്യന്നൂർ KV ജഗദീഷ്, ട്രഷറർ KB മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് സംഗീത കച്ചേരി നടന്നു. വായ്പാട്ടിൽ കുമാരി കലാമണ്ഡലം ശ്രീഭദ്ര, വയലിനിൽ പയ്യന്നൂർ E ജഗദീഷ്, മൃദംഗത്തിൽ കലാമണ്ഡലം ഗോകുൽ എന്നിവർ അരങ്ങിലെത്തി. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. വടക്കഞ്ചേരിയിൽ ജോലിക്കിടെ ലൈൻമാൻ ഷോക്കേറ്റ് മരിച്ചു. കാഞ്ഞിരക്കോട് കൊടുമ്പ് സ്വദേശി 42 വയസ്സുള്ള സുധാകരനാണ് മരിച്ചത്. വടക്കഞ്ചേരി KSEB സെക്ഷനിലെ ലൈൻമാനാണ്. ശനിയാഴ്ച രാവിലെ 11:30ഓടെയായിരുന്നു അപകടം. കുമരനെല്ലൂർ സർവീസ് സ്റ്റേഷന് സമീപം ജോലിക്കിടെ പോസ്റ്റിൽ നിന്ന് ഷോക്കേൽക്കുകയായിരുന്നു. ഉടൻ സഹപ്രവർത്തകരും ഫയർഫോഴ്സും ചേർന്ന് താഴെയിറക്കി വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. വാണിയംകുളം പഞ്ചായത്തിലെ തെരുവുനായ ശല്യം ഉടൻ പരിഹരിക്കണമെന്ന് BJP വാണിയംകുളം പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു. ആവശ്യമുന്നയിച്ച് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ BJP പ്രവർത്തകർ ഉപരോധിച്ചു. പഞ്ചായത്തിലെ തെരുവുകളിലും വിദ്യാലയങ്ങളിലും പൊതുസ്ഥലങ്ങളിലും വലിയ തരത്തിൽ തെരുവുനായ ശല്യമുണ്ട്. കുട്ടികൾക്കും ഇരുചക്രവാഹന യാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും പുറത്ത് ഇറങ്ങാൻ പറ്റാത്ത തരത്തിൽ തെരുവുനായ്ക്കൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചത്. BJP വാണിയംകുളം പഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി ലീഡർ AP പ്രസാദ്, മണ്ഡലം ജനറൽ സെക്രട്ടറി P ജയരാജ്, ജില്ലാ കമ്മിറ്റി അംഗം K ഗോപിനാഥ്, ഏരിയ പ്രസിഡന്റ് P സുനിൽകുമാർ, മണ്ഡലം സെക്രട്ടറി P വിജു, വാർഡ് മെമ്പർമാരായ AC സുബ്രഹ്മണ്യൻ, പ്രസീത എന്നിവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. അടിയന്തരമായി പ്രശ്നം അധികാരികളുടെ ശ്രദ്ധയിലെത്തിച്ച് നടപടിയെടുക്കാമെന്ന് സെക്രട്ടറി അറിയിച്ചതിനെ തുടർന്നാണ് പ്രതിഷേധം അവസാനിച്ചത്. ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം. നിർധന കുടുംബത്തിലെ വീട്ടമ്മയ്ക്ക് അതിദരിദ്രരുടെ ഭക്ഷ്യക്കിറ്റ് നിഷേധിച്ച പഞ്ചായത്ത് അധികൃതർക്കെതിരെ പ്രതിഷേധവുമായി പഞ്ചായത്ത് അംഗം രംഗത്ത്. മണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ 2ാം വാർഡിൽപ്പെട്ട ഖദീജ ഉമ്മയ്ക്കാണ് 2 വർഷമായി ഭക്ഷ്യക്കിറ്റ് ലഭിക്കാത്തതെന്ന് വാർഡംഗം ഹുസൈൻ ഷഫീഖ് പറഞ്ഞു.
പഞ്ചായത്തിലെ 2ാം വാർഡിൽപ്പെട്ട ഖദീജ ഉമ്മയ്ക്കാണ് 2 വർഷമായി ഭക്ഷ്യക്കിറ്റ് ലഭിക്കാത്തത്. പഞ്ചായത്തിലെ 13 പേരാണ് അതിദരിദ്രരുടെ പട്ടികയിലുള്ളത്. ഇവരിൽ ഖദീജ ഉമ്മയടക്കം 2 പേർക്കാണ് ഭക്ഷ്യക്കിറ്റ് 2 വർഷമായി ലഭിക്കാത്തത്. എന്നാൽ ഇക്കാര്യം പലതവണ ഭരണസമിതിയിൽ ഉന്നയിക്കുകയും പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ലെന്ന് വാർഡംഗം ഹുസൈൻ ഷഫീഖ് പറഞ്ഞു. എന്നാൽ ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെട്ടവരായിരുന്നതിനാലാണ് ഭക്ഷ്യക്കിറ്റ് ലഭിക്കാത്തതെന്നാണത്രേ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരുടെ വാദം. എനിക്ക് പഞ്ചായത്തിൽ നിന്ന് കിറ്റ് കിട്ടുന്നത് 2 വർഷമായി കിട്ടുന്നില്ല. ആരുമില്ല. എനിക്ക് ഇത് കിട്ടിയിട്ട് എന്തെങ്കിലും ജീവിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. ആശ്രയ പദ്ധതിയിൽ കിറ്റ് വിതരണം നിലച്ചിട്ട് 4 വർഷമായെന്ന് ഉദ്യോഗസ്ഥർക്ക് അറിയാമായിരുന്നിട്ടും അതിദരിദ്രരുടെ പട്ടികയിൽ ഇടം പിടിച്ച 2 പേർക്ക് ഭക്ഷ്യക്കിറ്റ് നിഷേധിച്ചതായും പഞ്ചായത്ത് അംഗം പറയുന്നു. ഇതേ തുടർന്ന് പഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയതോടെയാണ് പ്രശ്നത്തിന് പരിഹാരമായത്. വിഷയം അതിദരിദ്ര വിഭാഗം പ്രൊജക്ട് ഡയറക്ടറുടെ മുമ്പിലെത്തി. ഇതേ തുടർന്ന് ഖദീജ ഉമ്മയെ പഞ്ചായത്ത് അധികൃതർ വിളിച്ചു വരുത്തി അപേക്ഷയും ഒപ്പം സ്വീകരിച്ച ശേഷം തുടർന്ന് ഭക്ഷ്യക്കിറ്റ് ലഭിക്കുമെന്ന് ഖദീജ ഉമ്മയെ അറിയിച്ചതായും പഞ്ചായത്ത് അംഗം പറഞ്ഞു. എന്നാൽ 2 വർഷത്തെ ഇവർക്ക് നഷ്ടമായ ഭക്ഷ്യക്കിറ്റുകൾ കൂടി ലഭ്യമാക്കണമെന്നും അല്ലെങ്കിൽ നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ട് ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും പഞ്ചായത്ത് അംഗം പറഞ്ഞു. പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരുടെ അഹങ്കാരവും ധാർഷ്ട്യവും സാധാരണപ്പെട്ട ആളുകൾക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കാതിരിക്കുന്നതിനുള്ള അവരുടെ മിടുക്കുമാണ് ഈ സമയത്ത് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. മണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ 2ാം വാർഡിൽ ഉൾപ്പെട്ട അതിദരിദ്രയായ ഖദീജ ബീബി എന്ന ഉമ്മ, ഈ ഉമ്മയ്ക്ക് കഴിഞ്ഞ 2 വർഷക്കാലമായി അതിദരിദ്രർ കിട്ടാവുന്ന കിറ്റ് ഈ പഞ്ചായത്ത് നിഷേധിച്ചിരിക്കുകയാണ്. ഈ പഞ്ചായത്തിൽ 13 ആളുകളാണ് അതിദരിദ്രരിലുള്ളത്. അവർക്ക് 11 ആൾക്കാർക്ക് മാത്രമാണ് ഈ കിറ്റ് ലഭ്യമാക്കുന്നത്. എന്താണ് ഈ 2 പേർക്ക്, ഖദീജ ബീവിക്കും അതുപോലെ നീലി എന്നുള്ളവർക്കും 2 പേർക്ക് കിറ്റ് കൊടുക്കാത്തത് എന്ന് പലവട്ടം ഭരണസമിതിയിലും സെക്രട്ടറിയോടും അസിസ്റ്റന്റ് സെക്രട്ടറിയോടും പലവട്ടം ആവർത്തിച്ചപ്പോൾ അവർ പറയുന്നത് ആശ്രയയിൽ ഉൾപ്പെട്ടതുകൊണ്ട് കിറ്റ് കൊടുക്കുവാൻ പറ്റില്ല എന്നുള്ളതാണ്. എന്നാൽ ആശ്രയ പദ്ധതിയിൽ 4 വർഷക്കാലമായി കിറ്റ് ഒരാൾക്കും തന്നെ ലഭിക്കുന്നില്ല. ഈ പരാതി പലവട്ടം ഭരണസമിതിയിലും ഒടുക്കം നടക്കാതെ പാലക്കാട് ജില്ലാ കളക്ടർക്ക് കൊടുത്തിട്ടുള്ള പരാതിയിലാണ് ഇപ്പോൾ ഇവർക്ക് അതിദരിദ്രർക്കുള്ള കിറ്റ് കൊടുക്കണമെന്നുള്ള നിർദ്ദേശം വന്നിട്ടുള്ളത്. ആ നിർദ്ദേശത്തെ മറികടക്കുന്നതിന് വേണ്ടിയും 2 വർഷക്കാലമായി കിട്ടാത്ത കിറ്റ് അതിനുള്ള പരാതി ഇല്ലാതാക്കുവാൻ വേണ്ടി ഈ പാവപ്പെട്ട ഉമ്മയെ മണ്ണൂർ പഞ്ചായത്തിലോട്ട് മെമ്പറോ മറ്റുള്ള ആൾക്കാരോ അറിയാതെ വിളിച്ചു വരുത്തിക്കൊണ്ട് ആരോ എഴുതി കൊടുത്ത ഒരു അപേക്ഷയിൽ ഒപ്പിടിപ്പിച്ചും കൊണ്ട് പരാതിയില്ല, അതല്ലെങ്കിൽ എനിക്ക് കിറ്റ് കിട്ടിയിട്ടില്ല എന്നുള്ളത് മാത്രം എഴുതി കൊടുത്തുകൊണ്ടുള്ള ഈ ഒരു പരിപാടിയെ വളരെയധികം ശക്തമായി വിമർശിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയ പതാകയെയും കാവിക്കൊടിയെയും ഒരുപോലെ ബഹുമാനിക്കുന്നവരാണ് തങ്ങളെന്ന് BJP സംസ്ഥാന സെക്രട്ടറി C. കൃഷ്ണകുമാർ. ഭാരതാംബയെ അവഹേളിക്കുന്നവർ ചരിത്രം അറിയാത്തവരെന്നും 75 വർഷക്കാലം പാർട്ടി ഓഫീസിൽ ദേശീയ പതാക കയറ്റാതിരുന്ന CPM ഭാരതാംബയെ അവഹേളിക്കുകയാണെന്നും ആക്ഷേപം. തൃത്താലയിൽ ഹമാസിന്റെ ചിത്രം വെച്ച് ആഘോഷം നടത്തിയവർക്കെതിരെ പ്രതികരിക്കാത്തവരാണ് ഭാരതാംബയെ അവഹേളിക്കുന്നതെന്നും ദേശീയ പതാക രൂപപ്പെടുന്നതിന് മുൻപ് ഭാരത ചരിത്രത്തിൽ ഉണ്ടായിരുന്നത് കാവിക്കൊടിയെന്നും പരാമർശം. ദേശീയ പതാകയ്ക്ക് സമാനമായ പതാക രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗിക്കരുതെന്നും മുൻ BJP ദേശീയ നിർവാഹക സമിതി അംഗം N. ശിവരാജൻ. ഇന്ത്യൻ ചരിത്രമറിയാത്ത സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഇറ്റാലിയൻ പതാക പിടിക്കട്ടെ എന്നും വിമർശനം. ഭാരതത്തിന്റെ സംസ്കാരം CPMന്റെ ആർഷയുടെ സംസ്കാരമല്ലെന്നും ആർഷ സംസ്കാരമാണ് BJPയുടെ എന്നും പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാൽ. അംബേദ്കർ ഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർത്തിയാക്കിയ സമഗ്ര വികസന പദ്ധതികളുടെ ഉദ്ഘാടനം വാണിയംകുളത്ത്. സമഗ്ര വികസന പദ്ധതികൾ നടപ്പിലാക്കിയത് ഗ്രാമപഞ്ചായത്തിന്റെ 11ാം വാർഡിൽ. പദ്ധതി പ്രാവർത്തികമാക്കിയത് സംസ്ഥാന സർക്കാരിന്റെ 1 കോടി രൂപ ചെലവിൽ. ശ്രദ്ധിച്ച് ശ്രദ്ധേയരാവുക എന്ന സന്ദേശവുമായി അന്താരാഷ്ട്ര യോഗാ ദിനം ഇന്ന്. വിവിധ കേന്ദ്രങ്ങളിൽ യോഗാചരണ പരിപാടികൾ. ലോക സംഗീത ദിനത്തിൽ സംഗീതത്തിന്റെ പെരുമഴ തീർത്ത് സംഗീതോത്സവം ചെറുതുരുത്തിയിൽ. വടക്കാഞ്ചേരിയിൽ ജോലിക്കിടെ ഷോക്കേറ്റ് ലൈൻമാൻ മരിച്ചു. മരിച്ചത് കാഞ്ഞിരംകോട് കൊടുമ്പ് സ്വദേശി 42 വയസ്സുള്ള സുധാകരൻ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.